ഹലോ ഫ്രണ്ട്സ്, വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ സ്വിംഗ് മെഷീനെ കുറിച്ചാണ്. ഉഷ ജാനോമിൻ്റെ അല്ലൂർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 വർഷമായി ഇത് ഉപയോഗിച്ചിട്ട് യാതൊരു കംപ്ലയിൻസും ഇതുവരെ വന്നിട്ടില്ല. 13 ഇൻബിൽഡ് സ്റ്റിച്ചസ് ആണ് ഇതിനുള്ളത്. ഇതുപോലെ നമുക്ക് ഏത് സ്റ്റിച്ചസ് വേണമെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ഈ നോബ് തിരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് 2 പിന്നാണ് ഇതിൻ്റെ പ്ലഗ് വരണത്. അത് ഇതായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ ഓണും ഓഫും ഒരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ലൈറ്റ് വരും. അപ്പോഴാണ് നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് സ്റ്റോറേജിന് അതുപോലെ ഒരു ബോക്സ് ഉണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്താൽ ഇവിടെയാണ് ഇതിൻ്റെ ബോബിനൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളത് പുറത്തേക്ക് എടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബോബിൻ നൂല് ചുറ്റിയിട്ട് ഇതിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ നൂല് ചുറ്റാൻ നമുക്ക് ഇതിൽ അതിനൊരു ഫെസിലിറ്റീസ് ഉണ്ട്. മുകളിൽ വെറുതെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു 14 സ്റ്റിച്ചസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഏത് സ്റ്റിച്ചസ് വേണമെങ്കിലും അതിൻ്റെ ലെങ്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ തന്നെ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ മുകളിൽ കാണിച്ചേക്കുന്നത് ABCDEF വരെയുണ്ട്. A ആണ് നമ്മൾ സാധാരണ കുർത്തി സ്റ്റിച്ച് ചെയ്യാനും ഫ്രോക്കിനൊക്കെ യൂസ് ചെയ്യണത്. അതിൻ്റെ ലെങ്ത്ത് 3-ലാണ് വെക്കാറ്. അപ്പോൾ നമുക്ക് കൂടുതൽ ലെങ്ത്ത് വേണമെങ്കിൽ അതനുസരിച്ച് വെക്കാം. അപ്പം അതിൽ A എന്ന് പറഞ്ഞ ഒരു സ്റ്റിച്ചസ് ആണ്, സാധാ റണ്ണിങ് സ്റ്റിച്ചസ് ആണ്. ഇനി B എന്ന് പറയുന്നത് കുറച്ചും കൂടി വ്യത്യാസമായിട്ട് ഒരു 2 സ്റ്റിച്ച് അടുപ്പിച്ച് വരുന്ന ഒരു ടൈപ്പാണത്. അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല. ഇനി നിങ്ങൾക്ക് അത് എവിടെയെങ്കിലും പ്ലെയിൻ ടോപ്പിലോ ഫ്രോക്കിലോ ഒക്കെ ചെയ്യണമെങ്കിൽ താഴത്തെ കാണുന്ന സ്റ്റിച്ചസ് ആണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറ്. ഇനി അടുത്തത് 6 സ്റ്റിച്ചസ് ആണ്. അത് സീൽ എന്ന് പറഞ്ഞ സെലക്ടറിലാണ് ഉള്ളത്. അപ്പം അതിൻ്റെ ലെങ്ത്തും ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് വേറെ സ്റ്റിച്ചസ് ആണ്. അപ്പം അതിന് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു നോബ് തിരിച്ചിട്ട് പ്ലസ്സിലേക്ക് ആക്കണം. അപ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു സ്റ്റിച്ചസ് ഭംഗിയിൽ വരണത്. ഇതിനെ പ്ലസ്സിലേക്ക് ആക്കിയിട്ട് ഏത് സ്റ്റിച്ചസ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് തിരിച്ചു കൊടുക്കാം. അതുപോലെ ഇതിന് ബട്ടൺ ഹോളും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഷർട്ടിനോ ഉടുപ്പിനോ ബട്ടൺസ് ഒക്കെ വെക്കണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇവിടെ അതിൻ്റെ ത്രെഡ് ടെൻഷൻ ഉണ്ട്, എത്ര വേണം എന്നുള്ളത്. അത് 0 to 10 വരെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പം അത്യാവശ്യം യൂസ് ചെയ്യണവർക്ക് ഇപ്പോൾ കുർത്തയും ഫ്രോക്കൊക്കെ സാധാ നമുക്ക് ഡെയിലി വെയറിനൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു മെഷീൻ നിങ്ങൾക്ക് ധാരാളമായിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ കിട്ടണ ഫൂട്ടേഴ്സാണിത്. ഇത് സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യണ ഫൂട്ടറാണ്. ഇത് മെയിനായിട്ട് ഫ്രോക്ക്, പാൻറ്റ് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം. ഇത് റോൾ ഹെം ചെയ്യാനാണ്. ഷോളിൻ്റെ അറ്റത്തൊക്കെ നമ്മൾ മടക്കി തയ്ക്കുന്നതിന് പകരം ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല 6 ഡിസൈനിൽ റോൾ ചെയ്ത് നമുക്ക് ഷോളിൻ്റെ അറ്റം, സ്കേർട്ടിൻ്റെ അറ്റമൊക്കെ കിട്ടും. ഇനി ഇത് ഒരു പൈപ്പിംഗ് അല്ലെങ്കിൽ സിബ്ബർ ഫൂട്ടാണ്. ഇത് അതിൻ്റെ കൂടെ കിട്ടുന്നത് തന്നെയാണ്. ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. ഇത് നമ്മൾ ഗ്യാദേഴ്സ് ഇടാൻ വേണ്ടി, ഇപ്പോൾ ഫ്രോക്കുകളിൽ ഗ്യാദേഴ്സ് ഇടാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് ഓൺലൈനിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫൂട്ടർ നമുക്ക് ഇതിൽ ഓൺലൈനിൽ നോക്കി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ തന്നെ ഫിക്സ് ചെയ്തെടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഇതിന്. ഈ ഒരു ഇത് ബാക്ക് സ്റ്റിച്ചാണ്. നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമല്ലോ, അതാണ് ഇവിടെ നമ്മൾ അത് ചെയ്യണത്. ഇതുപോലെ നൂല് വെച്ചിട്ട് നമ്മളിവിടെ താഴെ കൂടെ എടുത്ത നൂലരിയും ഇതാണ് ഞാൻ പറഞ്ഞല്ലോ നൂലിങ്ങനെ ചുറ്റിയെടുക്കുക എന്നുള്ളത്. അപ്പം അതിനെ ഈ ഒരു നോബ് നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം അതെങ്ങനെ ചെയ്യണമെന്ന്. അപ്പം ഇത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ 4 ഫൂട്ടർ ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ 3 സൂചി, നൂല്, കട്ടർ ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഇപ്പം നമുക്ക് സെപ്പറേറ്റ് ഫൂട്ടർ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ അത് ഉഷ ജാനോമിൽ ഫിക്സ് ചെയ്യണ ടൈപ്പാണോ എന്നും കൂടി ഒന്ന് സെർച്ച് ചെയ്യണത് നല്ലതായിരിക്കും. അപ്പം ഇതുവരെയായിട്ട് ഒരു കംപ്ലൈൻറ്റും ഇതിൽ നിന്ന് വന്നിട്ടില്ല. പിന്നെ നമ്മൾ എപ്പോഴും ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു മാസത്തിലൊരിക്കൽ ക്ലീൻ ചെയ്താൽ മതിയാവും. ആ നൂലിൻ്റെ അംശങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ പെടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന് വേറെ സൗണ്ട് വരും. അപ്പോൾ നമ്മളത് വേഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ ചവിട്ടാൻ പറ്റും. പിന്നെ ഓയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതൊക്കെയാണ് ഈ മെഷീനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്